Good morning, children. So, we have studied history. It is the study of the past. Today, we are going to learn the prehistoric India. As I told you earlier, prehistory means events occurred before the invention of writing. So, once again, we should know from where the word history comes. So, it is derived from the word historia, which means enquiry. Okay. So, enquiry about what? Enquiry about the past events, discovery, presentations, and interpretation about those events. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് എന്നാണ്. പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൽ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുത്ത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ഹിസ്റ്ററി എന്നുള്ള വേർഡ് ഒരു ഗ്രീക്ക് വേർഡ് എന്നാണ് ഡിറൈവ് വന്നിരിക്കുന്നത്. ആ ഗ്രീക്ക് വേർഡ് ഹിസ്റ്റോറിയ എന്നാണ്. അതിൻ്റെ മീനിങ് ഇൻക്വയറി എന്നാണ്. എന്തിനെക്കുറിച്ചുള്ള അന്വേഷണമാണല്ലോ ചരിത്രം. എന്തിനെ പറ്റിയിട്ടുള്ള അന്വേഷണം? കഴിഞ്ഞുപോയ സംഭവങ്ങളെ പറ്റിയിട്ടും കണ്ടുപിടുത്തങ്ങളെ പറ്റിയിട്ടും. പിന്നെ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഇത് ഇന്നത് കൊണ്ടാവാം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാവാം എന്നിങ്ങനെയുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് അവരുടേതായ ഭാവനയിൽ വിചാരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. ഓക്കെ. നൗ വി ക്യാൻ സീ ദ 3 stages ഓഫ് ഹിസ്റ്ററി. ഓക്കെ. സോ ഹിസ്റ്ററി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 sections. ദാറ്റ് ഈസ് prehistory, proto-history and history. This prehistory, the first point is events occurred before the invention of writing. Pinne second point, 3 stone ages. Proto-history means the period between prehistory and history. That is proto-history. That is where culture or organization had not developed. Third, history. That is events occurred after the invention of writing. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഹിസ്റ്ററീനെ മൂന്ന് വിഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ആദ്യത്തെ പ്രീ ഹിസ്റ്ററി, സെക്കൻഡ് പ്രോട്ടോ ഹിസ്റ്ററി, തേർഡ് ഹിസ്റ്ററി. പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മളെ എഴുത്ത് കണ്ടുപിടിക്കുന്ന മുന്നേ ഉള്ള കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ടുള്ളത്. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്രീ ഹിസ്റ്ററിയുടെയും ഹിസ്റ്ററിയുടെയും നടുക്കുള്ള പീരീഡ്, അതിനെയാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അവിടെ ആ സമയത്ത് പ്രോട്ടോ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഒരു കൾച്ചറോ ഒരു ഓർഗനൈസേഷനോ ഒന്നും ഡെവലപ്പ് ആവാത്ത ഒരു കാലഘട്ടം. പിന്നെ വരുന്നത് ഹിസ്റ്ററി. ദാറ്റ് ഈസ് എഴുത്ത് കണ്ടുപിടിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഈ പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കണമെങ്കിൽ ഇവർക്ക് ചില സോഴ്സസ് വേണം, അല്ലേ? ഇപ്പം നിങ്ങൾക്കൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്ക് വേണം, അല്ലേ? ഒന്ന് വായിച്ചു നോക്കാനോ അതിലത്തെ എക്സസൈസ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ദാറ്റ് ഈസ് യുവർ സോഴ്സ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽ. അതാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ. അതേപോലെ നമ്മുടെ ഹിസ്റ്ററി ഇതിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള മെയിൻ 2 സോഴ്സസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നോൺ ലിറ്റററി സോഴ്സസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലിറ്റററി സോഴ്സസ്. ഓക്കെ. ഒന്ന് നോൺ ലിറ്റററി സോഴ്സസ് ആണ്. അതായത് ഒന്നും എഴുതി പഴയ കാലത്തെ ബുക്കുകളിലൊന്നും കിട്ടുന്ന കാര്യമല്ല, നോൺ ലിറ്റററിയാണ്.
മറ്റേതോ ലിറ്റററി ആയിട്ടുള്ള സോഴ്സസ്, അതായത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, മറ്റേത് ഇങ്ങനെ അവർ അസ്യൂം ചെയ്യണു, ഇത് ഇന്നത് കൊണ്ടാവാം, ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇത് ഇന്ന കാരണം കൊണ്ടാവാം എന്നുള്ളത് അവർ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. ഓക്കെ, സോ നൗ വി ക്യാൻ ലേൺ അബൌട്ട് നോൺ ലിറ്റററി സോഴ്സസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോയിൻസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോയിൻസ് അല്ലേ. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കാര്യം പറയേ വേണ്ട, ഇപ്പം എല്ലാം സ്വൈപ്പിംഗ് ആണ് അല്ലേ, കാർഡ് സ്വൈപ്പിംഗ് ആണ്, മണി ട്രാൻസ്ഫർ ആണ്. അവർ ടെക്നോളജി ഹാസ് ഡെവലപ്ഡ് അല്ലേ, എ ലോട്ട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു നമ്മളൊക്കെ. പക്ഷെ പണ്ട് കാലത്ത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൻ്റെയും അതിൻ്റെ അവിടം വരെ എത്തണ്ട, ഏകദേശം ആ സമയത്തൊന്നും എഴുത്തും കുത്തൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അതിൻ്റെ കണ്ടുപിടുത്തവും നടന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴതൊക്കെ നമുക്ക് പൈസ എന്ന് പറഞ്ഞാൽ അല്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള 2000 നോട്ട്, 500 നോട്ട്, 200 നോട്ട്, അങ്ങനെ 100, 50s, 20s, 10s ഒക്കെ ഉണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്തത് കോയിൻസ് ആണ്, നാണയത്തുട്ടുകൾ. മനസ്സിലായോ? സോ അവരപ്പോൾ അതിലെന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പണ്ട് കാലത്തെ കോയിൻസിൽ ചില സിമ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മുദ്ര കുത്തിയ കോയിൻസ് ആയിരിക്കാം. മെയിൻലി ഈ കോയിൻസ് സിൽവറും കോപ്പറും കൊണ്ട് ഉണ്ടാക്കിയതുമാണ്. പക്ഷെ പിന്നെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും, കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോഴേക്കും എന്തായി, നമ്മുടെ അവിടെ രാജാക്കന്മാർ വന്നു അല്ലേ, ചില ദൈവങ്ങളെയൊക്കെ നമ്മൾ ഭക്തിപൂർവം ആരാധിക്കാൻ തുടങ്ങി അല്ലേ. പിന്നെ അങ്ങനെ മെല്ലെ പിന്നെ നമ്മുടെ ഡേറ്റ്സ് അല്ലേ, എങ്ങനെയാണ് ഡേറ്റ്, ആ ഡേറ്റുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ സിമ്പിൾസും പഞ്ച് മാർക്ക്ഡും ഒക്കെ ആയിട്ടുള്ള കോയിൻസ് ആയിരുന്നു, മുദ്ര കുത്തിയ കോയിൻസും കുറേ സിമ്പിൾസ് ചിഹ്നങ്ങളുള്ളതായിരുന്നു. അതെന്തായി മാറി, അതിൽ രാജാക്കന്മാരുടെ പടം, ദൈവങ്ങളുടെ പടം, പിന്നെ ചില നാണയത്തിൽ ഇത് കൊല്ലങ്ങൾ, ഇയർ, ആ ഡേറ്റൊക്കെ കൊത്തി വെച്ചിട്ടുള്ള കോയിൻസായി വരുന്നു. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കുന്നത്, കോയിൻസ്. സോ ജസ്റ്റ് ലിസൺ. ഏൻഷ്യൻറ്റ് ഇന്ത്യൻ കറൻസി was not issued in the form of paper but as coins. The earliest coins contained a few symbols, punch-marked coins made of silver and copper. But later coins mentioned in the name of kings, gods, dates, etc. ഇപ്പം മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കോയിൻസിനെയൊക്കെ പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ എന്താണ് വിളിക്കുക? ദ സ്റ്റഡി ഓഫ് കോയിൻസ്. ഇതിനെപ്പറ്റി പഠിക്കുന്നതിനെ എന്താണ് പറയണത്? ദ സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് കോൾഡ് ന്യൂമിസ്മാറ്റിക്സ്. എന്താണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് കോയിൻസ്, കോയിൻസിനെ പറ്റിയിട്ടുള്ള പഠനം. ഓക്കെ, now comes the archaeological or the material remains. അതായത് ആർക്കിയോളജി ഓർ മെറ്റീരിയൽ റിമെയിൻസ്. അതായത് പണ്ട് കാലത്ത്, ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം നിങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ച ചെയറും, പണ്ട് കാലത്ത് അവരുപയോഗിച്ച പാത്രങ്ങൾ, പണ്ട് കാലത്ത് അവർ എന്താ പറയുക ഉപയോഗിച്ചിരുന്ന ടൂൾസ്, വെപ്പൺസ്, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടണത്? ആരെങ്കിലും അത് എവിടെയെങ്കിലും എടുത്തുകൊണ്ടേ വെച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എക്സിബിറ്റ് ചെയ്യണോ? അല്ല. പണ്ട് കാലത്ത് അവർ ഇതിനെപ്പറ്റി പഠിക്കുന്നവരെന്ത് ചെയ്യും, ഈ വലിയ വലിയ കോട്ടകളും രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് കുഴിക്കും. നല്ലോണം കുറേ എല്ലാ സ്ഥലങ്ങളും കുഴിച്ചാവുമ്പോൾ കുഴിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ നിന്ന് അവരുപയോഗിച്ച ഈ ബിൽഡിങ്ങിൻ്റെ റിമെയിൻസ്, അവശിഷ്ടങ്ങൾ,
പിന്നെ ചിലപ്പോൾ പല പാത്രങ്ങൾ ഒക്കെ ഞെണിങ്ങിയ പാത്രങ്ങളായിരിക്കും, ചിലപ്പോൾ നല്ല പാത്രം ഉണ്ടാവും, മണ്ണിനടിയിൽ പെട്ടതായിരിക്കാം, ചിലപ്പോൾ വേറെ രാജ്യക്കാർ വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ സംഭവിച്ച അങ്ങനെ അവരുടെ കോട്ടയൊക്കെ ഇടിഞ്ഞു വീണിട്ട് അവരുടെ സാധനങ്ങളൊക്കെ അതേപോലെ ചിലതുണ്ടല്ലോ മണ്ണിൽ ലയിക്കാതെ മണ്ണോട് യോജിക്കാതെ ഇങ്ങനെ വേറിട്ട് നിൽക്കണ ഇരുമ്പ് സാധനങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒക്കെ ഇവർ കുഴിച്ച് ഓരോന്ന് കണ്ടെടുക്കും. അപ്പം ഈ സാധനങ്ങളെ എടുക്കുന്നത് എന്തിനാണ്? അതിൽ നിന്നും അവർക്ക് പഠിക്കാൻ പറ്റും ആ കാലഘട്ടത്തിലത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ അവിടുത്തെ ഇങ്ങനത്തെ ഉള്ളൊരു ഇതായിരുന്നു, അവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു, അവർ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നതിനുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അതാണ് ഈ ആർക്കിയോളജി അല്ലെങ്കിൽ മെറ്റീരിയൽ റിമെയിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക്. മെറ്റീരിയൽ റിമെയിൻസ് റിക്കവേർഡ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്കവേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ which are subjected to various kinds of examinations. Excavated sites belonging to certain period help us to know about the life of the people who lived in that era. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് ഈ റിമെയിൻസ് നിന്ന് കിട്ടും. ഓക്കെ, സോ അപ്പം ഇനി നിങ്ങൾക്ക് എന്താണ് ആർക്കിയോളജി എന്ന് അറിയണ്ടേ? That is the study of the past based on objects or parts of buildings that are found in the ground is called archaeology. അപ്പോൾ ഈ ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണത്? അത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവർ കുഴിച്ച് കുറേ കുഴിക്കുമ്പോൾ അതിനെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, അവരെ പ്രൊഫസേഴ്സ് എന്നാണ് പറയുക. അവരൊക്കെ അവിടെ പോയിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളെടുത്ത് അതിനെ പറ്റിയിട്ട് അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് അതെന്താണ്, ചിലപ്പോൾ ചിലതിൽ ഡേറ്റ് ആയിരിക്കും, ചിലതിൽ വല്ല ഡ്രോയിങ്സ് ആയിരിക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് ആൾക്കാരെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ അവർ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഈ ആൾക്കാർക്ക് എന്തൊക്കെ, അവരൊക്കെ കാട്ടിലല്ലേ താമസിച്ചിരുന്നത്, ആ കാലത്ത് ഇങ്ങനെ വീടും ഫ്ലാറ്റും ഒന്നുമില്ല. അപ്പോൾ അവരൊക്കെ മെജോറിറ്റി ആൾക്കാരും ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏതൊക്കെ അനിമൽസ് ആയിരുന്നു അവരുടെ പെറ്റായിട്ട് ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അവരെങ്ങനെയാണ് ആ കാട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയത്, ഗുഹയുടെ ഉള്ളിൽ അല്ലേ? കാട്ടിൻ്റെ ഉള്ളിൽ ഗുഹയുണ്ടാവും, ആ ഗുഹയുടെ ഉള്ളിലാണ് പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവരെങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത് ഇങ്ങനെ ആർക്കിയോളജി എന്നാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അത് കണ്ടുപിടിക്കാനും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ആർക്കിയോളജിസ്റ്റ് എന്നും പറയും. ഓക്കെ, സോ അതാണ് മെയിൻ 2 പോയിൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഇതുവരെ മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഹിസ്റ്ററീനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അത് എങ്ങനെയാണ് പ്രീ ഹിസ്റ്റോറിക്, അതിൻ്റെ 3 ഡിഫറൻറ്റ് ഇത് പറഞ്ഞു. പിന്നെ സോഴ്സസ്, മെയിൻലി സോഴ്സസിനെ പറഞ്ഞു. അതിൽ നോൺ ലിറ്റററി സോഴ്സസ്, ലിറ്റററി സോഴ്സസ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കുന്നത് നോൺ ലിറ്റററി സോഴ്സസ് ആണ്. അതായത് അതൊന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ അവർ ഓരോ സ്ഥലത്തുനിന്ന് കണ്ടെടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നല്ലോണം വായിച്ചു നോക്കൂ, ഒക്കെ ചെയ്യൂ. യു ക്യാൻ ഈവൻ കോപ്പി ഡൗൺ ടു യുവർ നോട്ട് ബുക്സ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക. അതിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, so that's all for today. Thank you, children.